ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിൻ്റെ 9ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പുതിയതായി കൊണ്ട് 4 അപ്ഡേറ്റുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതായത് വരുന്ന ഫെബ്രുവരി 16-ാം തീയതിയാണ് ഈസ്റ്റ് ബംഗാൾ തങ്ങളുടെ ISLലെ ആദ്യ മത്സരം കളിക്കുക. എന്നാൽ ഈ മത്സരത്തിൽ അവരുടെ സൂപ്പർ താരമായ നവോറം മഹേഷ് സിംഗ് കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുകയാണ്. എന്തെന്നാൽ പരിശീലനത്തിനിടയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. MRI സ്കാനിങ്ങിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ ലഭിക്കുക. ഈസ്റ്റ് ബംഗാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട താരമാണ് മഹേഷ് സിംഗ്. ഇനി രണ്ടാമത്തേത് ജംഷഡ്പൂർ FCയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ISLന് മുന്നേ എല്ലാ ടീമുകളും പരമാവധി സൗഹൃദ മത്സരങ്ങൾ കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. ജംഷഡ്പൂർ FC ശ്രീനിധി ഡക്കാനെതിരെ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ മത്സരം നടക്കുക. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരളക്കെതിരെ 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ചെന്നൈയിൻ FCയും ഇന്റർ കാശിയും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം കൂടി ഇനി നടക്കാനുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് രവികുമാർ എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ വളരെയധികം പരിചയസമ്പത്തുള്ള ഗോൾ കീപ്പറാണ് രവികുമാർ. ഏറ്റവും ഒടുവിൽ പഞ്ചാബ് FCക്ക് വേണ്ടിയായിരുന്നു ഇദ്ദേഹം കളിച്ചിരുന്നത്. ഇപ്പോൾ പഞ്ചാബിനോട് അദ്ദേഹം വിട പറഞ്ഞിട്ടുണ്ട്. പഞ്ചാബ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് രവികുമാർ ജംഷഡ്പൂർ FCയിലേക്ക് പോവുകയാണ് എന്നാണ്. ഇനി നാലാമത്തെ അപ്ഡേറ്റ് അത് സെഡ്രിക് ഗൊഗോവ എന്ന താരവുമായി ബന്ധപ്പെട്ടതാണ്. അതായത് പുതിയ സീസണിന് മുന്നേ രാജസ്ഥാൻ യുണൈറ്റഡ് FC തങ്ങളുടെ ടീമിനെ ശക്തിപ്പെടുത്തുകയാണ്. I-ലീഗ് ക്ലബ്ബാണ്. പ്രതിരോധ നിരയിലേക്ക് സെഡ്രിക് എന്ന വിദേശ സെന്റർ ബാക്കിനെ രാജസ്ഥാൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. 31 വയസ്സുള്ള ഈ താരം വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ്. അതായത് ഐവറി കോസ്റ്റിന്റെ താരമാണ്. ഇദ്ദേഹം തജിക്കിസ്ഥാൻ ക്ലബ്ബായ ഇസ്റ്റിക്ലോലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോക്കെതിരെ കളിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ള താരം കൂടിയാണ് സെഡ്രിക് ഗൊഗോവ. ഈ താരത്തെയാണ് ഇപ്പോൾ രാജസ്ഥാൻ യുണൈറ്റഡ് FC സ്വന്തമാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് പുതിയതായി കൊണ്ട് ലഭിച്ചിട്ടുള്ള 4 അപ്ഡേറ്റുകൾ. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.